السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമാധായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ സാരഥി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകളെ, ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് അവറുകൾ, ബഹുവന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വന്യരായ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, മറ്റ് സ്റ്റേജിലും വേദിയിലും പ്രവേശിച്ചതായ നമ്മുടെ കോഴിക്കോട് കാളിമാർ, സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും എല്ലാം തന്നെ നേതാക്കൾ, അലിക്കുട്ടി മുസ്ലിയാർ, ബാപ്പു മുസ്ലിയാർ, നമ്മുടെ പ്രിയങ്കരനായ MLA-മാർ, മറ്റു നമ്മുടെ അതിഥികൾ, സഹോദരന്മാരെ, സംഘാടകരെ, പ്രവർത്തകർ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമൂഹത്തെപ്പറ്റി വിശേഷിപ്പിച്ചത് നിങ്ങൾ ഉത്തമ സമൂഹമാണ്, ഇവിടെ മറ്റുള്ള എല്ലാ ആളുകൾക്കും എല്ലാ സമൂഹത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ഖൈറ ഉമ്മത്താണ്, ഉത്തമ സമൂഹമാണ്. അംഫുസക്കും വാഹരിക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹലികാരുടെ ശരീരത്തെയും നരക അഗ്നിയെ തൊട്ട് കാത്തു സൂക്ഷിക്കുക. നമ്മുടെ മാത്രം കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ടവനല്ല, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സഹോദരന്മാരുടെ എല്ലാ വിഭാഗത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ട സമൂഹത്തെ സംരക്ഷിക്കുക, ഇങ്ങനെ എല്ലാ വിവിധ തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നിങ്ങളെ അല്ലാഹു ഈ അള്ളാഹുവിന്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. അതുപോലെ തന്നെ കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലൻ എന്നുറങ്ങിയെത്തി. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ ആ കൃത്യം നിർവഹിക്കേണ്ടവരാണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമിഅ വലാ തഫറഖു, നിങ്ങൾ ഒന്നിക്കുക, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമൂഹമാണ്. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഭിന്നിച്ചാൽ പട്ടിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയ ശവത്തെപ്പോലെയായി ചിഹ്ന ഭിന്നമായി തീരും എന്നും ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. മത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ കേരളത്തിന്റെ ആസ്ഥാനമായ അനന്തപുരിയിലെ അതിപ്രശസ്തമായ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ സംസ്ഥാനത്തിന്റെ
വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ സംഗമിച്ച സമസ്തയുടെയും അതിൻ്റെ പോഷക ഗണങ്ങളുടെയും മുഴുവൻ പ്രതിനിധികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ ഒരുമിച്ച് കൂടിനെ അള്ളാഹു ഒരു സൽക്കർമ്മമായി, സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും മാതൃക കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളായ നമ്മൾ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിന് മുൻകാലങ്ങളിൽ ഉപരിയായിക്കൊണ്ട് ശ്രദ്ധ ഈ കാര്യങ്ങളിൽ ചെലുത്തേണ്ടതുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ള വാക്യം നമ്മുടെ അയൽവാസി ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, നമ്മുടെ ഹൈന്ദവ സുഹൃത്താണെങ്കിലും ക്രൈസ്തവ സുഹൃത്താണെങ്കിലും മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവരുമായിക്കൊണ്ട് മനുഷ്യത്വപരമായിക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം, ബന്ധം പുലർത്തണം, അന്യോന്യം സഹകരിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള ആ മത മൈത്രി ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയാണ് ഇസ്ലാമും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന തരത്തിൽ മാത്രമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ എല്ലാവരും കൂടുതൽ ഓരോരുത്തരും ഏറ്റെടുത്ത കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അത് വെറും അലങ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പദവി ലഭിക്കുക എന്നുള്ള മാത്രം ഒന്നിനു വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ആ പദവിയെ ഒരിക്കലും തന്നെ നാം നശിപ്പിക്കരുത്, അതിനെ ഉപകരിപ്പിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷത്തിന്റെ സുഖത്തിനും താൽക്കാലികമായ രസത്തിനും വേണ്ടി ചെയ്യുന്ന പാപത്തിന്റെ പ്രത്യാഘാതം ആയുസ് മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നത് നിർഭാഗ്യകരമാണ്. തെറ്റ് ചെയ്ത വ്യക്തിയെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെയും സമുദായത്തെയും നാട്ടുകാരെയും എല്ലാം ഇത് അപകീർത്തിക്കും തീരാ ദുഃഖത്തിനും ഇരയാക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു പ്രവൃത്തിയും നാം ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ നാം അല്ലെങ്കിൽ ഈ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമൂഹമാണ് എന്ന് ആ വാക്യം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം നല്ല നല്ല കാര്യങ്ങൾ, നന്മയുടെയും അതേപോലെ തന്നെ നല്ല സത്യത്തിന്റെയും നീതിയുടെയും വക്താക്കളായി തീരുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥിതി മനുഷ്യൻ സ്വയം വരുത്തി വെക്കുന്നതാണ്. വികാരത്തിന് പകരം വിവേകം മനുഷ്യരെ നയിക്കുമ്പോൾ മാത്രമേ ഈ ദുരവസ്ഥക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. പ്രശ്ന പരിഹാരത്തിന് സായുധ മാർഗമാണ് ശരിയെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിൽ അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചുപോയ ഒരു വിഭാഗം സമൂഹത്തിന് ഇടയിലുണ്ട്. ഏത് പ്രശ്നപരിഹാരത്തിനും ആയുധം മാത്രമാണ് അതിന് പരിഹാരമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വെറും വിഡ്ഢിത്വത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് തെറ്റുപറ്റി, അവർ പിഴച്ചുപോയി. ആത്മപരിശോധന ചെയ്യാനും സ്വയം തിരുത്താനും ഈ തീവ്രവാദ ഭീകരവാദ ചിന്തകളുമായി നടക്കുന്ന ആളുകൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഉത്തമ സമൂഹം സ്വയം മാറാൻ തയ്യാറാവാത്ത ഒരു സമൂഹത്തെയും അള്ളാഹു മാറ്റുകയില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം നന്മയെ ഉപദേശിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് ഇവിടെ ഉപദേശിക്കുന്ന മാർഗം
നന്മയും സത്യവും നീതിയും മാത്രമാണ് എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിന്മയെ ഇസ്ലാം നിരോധിക്കുന്നു. ഇസ്ലാം കൊണ്ടുവന്നതല്ലാത്ത ഒരു നല്ല കാര്യവും ആർക്കും നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൽ നിന്ന് കടമെടുത്തുകൊണ്ടല്ലാതെ ഒരു നന്മയും ആരും കൊണ്ടുവന്നിട്ടില്ല എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാലഘട്ട യുവാക്കളുടെ വിഷയങ്ങളിൽ മുതിർന്നവർ ആശങ്കയോടെയാണ് എന്നും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ വഴിതെറ്റിക്കുന്ന പ്രേരണകളാണ് ചുറ്റുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരിയും ധൂർത്തും ആഡംബരവും പൊങ്ങച്ചവും അതിനപ്പുറം കുറ്റകൃത്യങ്ങളും വളർന്ന് പന്തരിച്ച് സാമൂഹ്യ ജീവിതമാകെ ഭീകരാന്തരീക്ഷം വളർത്തിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആളുകൾ ഇന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പരസ്പരം സംശയിക്കുന്നു. അധികാരത്തിനും പണത്തിനും മറ്റ് സുഖഭോഗങ്ങൾക്കും വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കഴിഞ്ഞ കാലഘട്ട കാളവണ്ടി യുഗത്തിലേക്ക് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. അധികാരത്തിനും പണത്തിനും മറ്റ് സുഖഭോഗങ്ങൾക്കും വേണ്ടി പരസ്പരം കൊല്ലുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യന്റെ ആസക്തികൾ കുടുംബജീവിതത്തിന്റെ ഘടനയെയും പരിശുദ്ധിയെയും പോലും തകർക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മ കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ സാധാരണ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഉന്നത ബിരുദം നേടിയവരും ഉയർന്ന കോഴ്സുകൾ പഠിക്കുന്നവർ പോലും പ്രതികളായി പിടിക്കപ്പെടുന്ന വാർത്തകളാണ് ദൈനംദിനം ഇന്നിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറ്റവാളി എന്ന മുദ്ര ഒരിക്കൽ വീണുപോയാൽ അത് മാഞ്ഞു പോകാൻ, തേഞ്ഞു പോകാൻ, അതില്ലായ്മ ചെയ്യാൻ ഒരിക്കലും തന്നെ കാലം ഏറെ എടുക്കേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. MK മുനീർ സാഹിബും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകമായ സുന്നി ഇബാദത്ത് സംഘം ഏതാണ്ട് 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മഹാന്മാരായ പൂർവ്വസൂരികൾ കാണിച്ച പാതയിലൂടെ ഒരുപാട് നന്മകൾ സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും സംഘടന സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരാനിരിക്കുന്ന 60ാം വാർഷികം ഇൻഷാ അല്ലാഹ് കാസർഗോഡ് വെച്ച് 2014 ഏപ്രിൽ മാസം 4, 5, 6 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു. സമ്മേളനം നടത്തുന്ന നഗരിക്ക് വാദി ത്വയ്ബ എന്ന് നാമകരണം ചെയ്യുന്നു. 500 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളന പ്രചരണ കാലയളവിൽ പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ടിലേക്ക് എന്ന പ്രമേയമാണ് ചർച്ച ചെയ്യുക. ഏതൊരു ജനപദവും നിലനിൽക്കുന്നത് അവരുടെ പൈതൃകവുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങി ഇക്കാലം വരെ ഇസ്ലാമിക പാരമ്പര്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിച്ചുവെന്ന അതിന്റെ യഥാർത്ഥ അവകാശി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാതൃകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതേപോലെ തന്നെ മഹാന്മാരായ അംബിയ മുർസലിങ്ങളുടെയും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരുടെയും എല്ലാം തന്നെ ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട്
സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ച് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ സ്വീകാര്യയോഗ്യമായ ഈ പ്രസ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, പ്രവാചകന്മാരും അതിനുശേഷം ഇവിടെ വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളുമാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടുമാണ് ഇസ്ലാം ഈ ലോകത്ത് പടർന്ന് പന്തലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അവരെല്ലാം തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞ ഏവാക്യവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുക, ആ അടിയുറച്ചുകൊണ്ട് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക എന്ന സന്ദേശമാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിന് എത്തിച്ചു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന് നൂറാകുന്ന ആ പ്രകാശം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നൂറാകുന്ന വിദ്യാഭ്യാസം, ഇൽമിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിലും അതിലെ പോഷക ഘടകങ്ങളെല്ലാം തന്നെ ഇന്ന് വിദ്യാഭ്യാസപരമായിക്കൊണ്ട് ധാരാളം ഇവിടെ വിവിധ മേഖലകളിൽ അതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഫലമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായിക്കൊണ്ട് വളരെയധികം ഇന്ന് നമുക്കിവിടെ ഉയരുവാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.